പുതുച്ചേരി തെരഞ്ഞെടുപ്പ് കേരളത്തിനൊപ്പമാണ് നടന്നത് 9-ാം തീയതി. എങ്ങനെയാണ് ബി ഭരിക്കുന്ന സ്ഥലമാണ്, ഇനിയും ബി തന്നെ തുടരില്ലേ? ബി.ജെ.പിയിലെ ദേശീയ ജനാധിപത്യ സഖ്യമാണ് അവിടെ മത്സരിക്കുന്നത്. എൻ രംഗസ്വാമി എന്ന് പറഞ്ഞ ആളാണ് അവിടെ പുതുച്ചേരി മുഖ്യമന്ത്രി. അദ്ദേഹം ഓൾ ഇന്ത്യ NRCയുടെ പ്രസിഡൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എൻ രംഗസ്വാമി കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ കോൺഗ്രസ്സിലെ തൊഴുത്തിൽ കുത്തും, ഷാഡോ ബോക്സിങ്ങും, പിന്നെ പാരവയ്പും കോലുവയ്പും ഒന്നും സഹിക്കാൻ പറ്റാണ്ടാണ് ആ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പോന്നത്. അപൂർവം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള അപൂർവം ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് AINRC രൂപീകരിച്ചത്. അവർ ദേശീയ ജനാധിപത്യ സഖ്യം ചേർന്നു, BJP ആയിട്ട് ചേർന്ന് അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. അവരുടെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാണ് ഞാൻ അറിയുന്നത്. ഏതായാലും അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലെയുള്ള പ്രതിപക്ഷത്ത് DMKയും കോൺഗ്രസും പ്രതിപക്ഷത്ത് ശക്തമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും ചെറിയ പ്രശ്നം കണ്ടാൽ, പ്രശ്നമില്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസും DMKയും. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി. നഗരസഭ പുതുച്ചേരി നഗരത്തിലും അതുപോലെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല ഹൈജീനിക് ഇതായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് നല്ല ഒരു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ മദ്രാസിലൊക്കെ കാണുന്ന പോലെയൊന്നും അല്ല, ഒരു സ്ലം ഏരിയ പോലെ ആയിട്ടില്ല. അത് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പൊതുവെ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിൽ വരാൻ സാധ്യതയും കൂടുതലാണെന്ന് പറയണം. അതൊന്ന്. പിന്നൊന്ന് യൂണിറ്റി. ഈ പുതുശ്ശേരി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് എല്ലാ സീറ്റ് വിഭജനമൊക്കെ മത്സരമൊക്കെ വളരെ യുണൈറ്റഡ് ആയിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക്. അതേസമയം കോൺഗ്രസിൻ്റെ മറ്റേ DMK മുന്നണിയുടെ കാര്യം വളരെ കഷ്ടമാണ്. അവർക്ക് ഒരു ഒത്തുതീർപ്പിലെത്താൻ പറ്റിയിട്ടില്ല. ആരൊക്കെയാണ് മത്സരിക്കേണ്ട, ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ മത്സരിക്കണം, അതല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ച തന്നെ പാളിയിരുന്നു. കോൺഗ്രസ് DMKയും CPMും പല മണ്ഡലങ്ങളിലും പരസ്പരം പോരടിക്കുന്നുണ്ട്. ഇപ്പോൾ CPMൻ്റെ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ബാലകൃഷ്ണൻ തോന്നുന്നു. അദ്ദേഹം അവിടെ പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം CPM മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പ്രചരണം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മറ്റ് മണ്ഡലങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, ഞാനിവിടെ വന്നത് CPMൻ്റെ കാൻഡിഡേറ്റ്സിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ CPMൻ്റെ കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് 2 മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തിയിട്ട് അദ്ദേഹം സ്ഥലം കാലിയാക്കി. DMKയും കോൺഗ്രസും പലയിടത്തും പരസ്പരം പോരടിച്ചുകൊണ്ട് നിൽക്കുക. ഇത് പുതുശ്ശേരിയിൽ മാത്രം പ്രശ്നമല്ല. തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ മതേതര മുന്നണിക്കും ഇതേ പ്രശ്നമുണ്ട്. DMKക്ക് കോൺഗ്രസിന് ഇഷ്ടമല്ല, കോൺഗ്രസിന് തിരുമാവളവന് ഇഷ്ടമല്ല, തിരുമാവളവന് കോൺഗ്രസിന് ഇഷ്ടമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ പാരവെപ്പും കോലുവെപ്പും നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായ സർവേയൊക്കെ നടത്തിയാൽ തമിഴ്നാട്ടിൽ DMKക്ക് നേരിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലാവുന്നു, എത്രമാത്രം യാഥാർത്ഥ്യമാവുന്നൊന്നും നമുക്കറിയില്ല. പുതുശ്ശേരിയിൽ പൊതുവെ എല്ലാവരും പറയണത് ദേശീയ ജനാധിപത്യ സഖ്യം തിരിച്ച് ഭരണത്തിൽ വരും എന്നാണ്. കാരണം പ്രത്യേകിച്ച് അവരെക്കുറിച്ചൊരു പോരായ്മയൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ആ ഗവൺമെൻറ് കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താവശ്യത്തിനും കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന അതേ സഹായം. മിസ്മാനേജ്മെൻ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ ഈ രംഗസ്വാമീനെ പണ്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആദ്യത്തെ വട്ടം മുഖ്യമന്ത്രിയാവാൻ പോകുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായിട്ട് പോണ്ടിച്ചേരി കൂടി യാത്ര ചെയ്യാൻ കണ്ടൊരു മോപ്പഡിലാണ് യാത്രയാണ്. TVS മോപ്പഡിനകത്ത്. സാധാരണക്കാരനാണ്, വലിയ ദൈവവിശ്വാസമൊക്കെയുള്ള ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. അഴിമതിയൊന്നും ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രമാത്രം ലാളിത്യമുള്ളൊരു മനുഷ്യനാണ്.
വളരെ അപ്പം ഈ നമ്മുടെ പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യണ വൻകിട വില പിടിച്ച കാറുകളിലൊക്കെ അല്ലേ. അദ്ദേഹം ഒരു പഴഞ്ചൻ അംബാസഡർ കാറാണ് അദ്ദേഹത്തിൻ്റെത്. ആ കാറ് ഉപയോഗിച്ച് ദ്രവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് താഞ്ജനെ എന്ന് പറഞ്ഞ്, അദ്ദേഹമാണ് ആ കാറ് റീസ്റ്റോർ ചെയ്ത് കൊടുത്തത്. ഇപ്പോഴും ഒരു വെള്ള അംബാസഡർ കാറ്. ഞാൻ അതിനെക്കുറിച്ചൊരു വാർത്ത എഴുതിയിരുന്നു. ഇപ്പോഴും പുതുശ്ശേരി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുള്ള അംബാസഡർ കാറിലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്ര ലാളിത്യമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു അധികാരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ക്രൈസ്തവരുടെ പിന്തുണയോ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്നത്. 2-3 MLA ക്രിസ്ത്യാനികളാണ് അതിനകത്ത്. ഈ പുതുശ്ശേരി നിയമസഭയിൽ 2-3 MLA അവർ 3 പേരും ക്രിസ്ത്യാനികളാണ്. അപ്പം തന്നെ മനസ്സിലായില്ലേ BJPയും ക്രൈസ്തവരും തമ്മിലുള്ള ഒരു നല്ല ഒരു ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം അതിൽ നിന്ന് തന്നെ വ്യക്തമാവും. ഇവിടെയല്ലേ, കേരളത്തിലാണല്ലോ ഈ ക്രൈസ്തവർ BJPക്ക് എതിരായിട്ട് നിൽക്കണം എന്ന് ബിഷപ്പന്മാരും കർദിനാളന്മാരും പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ അവിടെ പോണ്ടിച്ചേരിൽ അത്രയൊന്നുമില്ല. ഒരു BJPയുടെ അവർക്കറിയാം BJP ഇങ്ങനെ അപകടകാരികളൊന്നും അല്ല, കോൺഗ്രസിനേക്കാളും ഭേദമാണ് BJP എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ BJPയിൽ, അവർക്ക് വേണമെങ്കിൽ BJP വിട്ട് പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവർ പോയിട്ടില്ല. അവർ BJPക്ക് കൂടുതൽ ശക്തിയായിട്ട് അവർ അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എതിരെ ഒരു കലാപമൊന്നും BJPയിൽ നിന്നോ അല്ലെ മുന്നണിയിൽ നിന്നോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് പുതുശ്ശേരിയിൽ ഈ ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എത്ര മിനിറ്റ് വേണോ? അല്ല, അപ്പോൾ സാറിൻ്റെ സംശയമാണ്, തമിഴ്നാട്ടിലെ ട്രെൻഡ് അല്ല പുതുശ്ശേരിയിലെങ്കിൽ അത് ആ ട്രെൻഡിനെ തമിഴ്നാട്ടിലേക്ക് കൂടെ വ്യാപിക്കാനുള്ള സാധ്യത കൂടിയില്ലേ? ഇല്ല, തമിഴ്നാട്ടിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ദ്രാവിഡ ഇതങ്ങ് പച്ച പിടിച്ചു പോയി. പുതുശ്ശേരിയിലേക്ക് ദ്രാവിഡ മൂവ്മെന്റ് വരുന്നത് അതിന് ശേഷമാണ് വരുന്നത്. പുതുശ്ശേരിയിലൊരു വേറെ അവിടെയാണ് പ്രശ്നം. ജനങ്ങൾ കുറെ കൂടി വിദ്യാഭ്യാസവും വിവരവും ഉള്ളവർ പുതുശ്ശേരിയിലാണ്. അവർ ഈ ദ്രാവിഡ മായയിൽ വീഴാത്ത ആൾക്കാരാണ് പുതുശ്ശേരിയിൽ. ഇപ്പോഴും പുതുശ്ശേരിയിലുള്ള പലരും ഫ്രഞ്ച് ഗവൺമെന്റിന്റെ പെൻഷൻ മേടിക്കുന്നവരുണ്ട്, മാഹിയിലെ പോലെ. അതേപോലെ ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണവരുണ്ട് അവിടെ, ഫ്രഞ്ച് സിറ്റിസൺസ് ഉണ്ട് അവിടെ. ഇപ്പോഴും ഫ്രാൻസിന്റെ ദേശീയ ദിനം ആഘോഷിക്കുക അവരോട്. അത് പുതുശ്ശേരി പോണ്ടിച്ചേരി എന്ന് പറയുന്ന പുതുശ്ശേരി ടൗണിലെ എല്ലാവരും ആ ചടങ്ങിന് പോയി പങ്കെടുക്കാറുണ്ട് ഫ്രാൻസിന്റെ ദേശീയ ദിനത്തിന്. ഇപ്പം റോഡുകളൊക്കെ ബൗളവാർഡ് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എഴുതി വെച്ചാണ്. എൻ്റെ ഫ്രഞ്ച് പേര് എനിക്കറിയില്ല. ബീച്ചിന് മുമ്പിലുള്ള റോഡൊക്കെ ബൗളവാർഡ് എന്നാണ്. പല ഫ്രഞ്ച് പൗരന്മാരും മറ്റേ റിയൽ ഫ്രാൻസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അവർ ഇന്ത്യയിൽ വരുമ്പോൾ അവർ ആദ്യം എത്താൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം പുതുശ്ശേരിയാണ്. അപ്പം അങ്ങനെ പുതുശ്ശേരിക്ക് പിന്നീടാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടി ഫ്രാൻസിൽ പുതുശ്ശേരിയിൽ വന്നത്. അത് ഈ കോൺഗ്രസിനകത്തുള്ള അതൃപ്തി കാണിച്ചിരുന്ന കുറേ എലമെന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു പാർട്ടി കിട്ടിയപ്പോൾ DMK കിട്ടിയപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയത്. അത്ര തന്നെ. അപ്പം പിന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിലിരുന്നുകൊണ്ട് പുതുശ്ശേരി ഭരണം നിയന്ത്രിക്കാനാണ് DMK കരുണാനിധിയൊക്കെ ശ്രമിച്ചത്. അതുകൊണ്ട് അവരവിടെ പച്ച പിടിച്ചിട്ടില്ല. DMKക്ക് അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് അവിടെ ഇല്ല. കോൺഗ്രസിനാണ് പിന്നെ കുറെ കൂടി ഒരു പഴയ പാർട്ടി എന്നുള്ള രീതിയിൽ. പക്ഷെ കോൺഗ്രസും ഈ പറഞ്ഞ പോലെ ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിനെ പോലെ തന്നെ നല്ല അഴിമതിക്കാരാണ് ഇരിക്കുന്നവർ മുഴുവനെ. അപ്പോൾ ഒരു V. നാരായണസ്വാമി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അയാളായിരുന്നു മുഖ്യമന്ത്രി ആവാനായിട്ട് അവിടെ കുറേ ശ്രമിച്ചു നോക്കിയത്. കുറച്ചാൾ മുഖ്യമന്ത്രി ആയിരുന്നു അയാൾ. പക്ഷേ അവർക്ക് അഴിമതിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് എവിടെ പോയാലും അഴിമതി തന്നെ. മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ട് അവിടെ, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, രോഗികളില്ലാത്ത മെഡിക്കൽ കോളേജ്. എന്നിട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് പകൽ മുഴുവൻ അവിടെ കിടത്തും. എന്തിനാണെന്നറിയാമോ?
ഈ മറ്റേ മെഡിക്കൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും അതിൻ്റെ ആൾക്കാർ പരിശോധനയ്ക്ക് വരും, നാക്കിൻ്റെ ഒക്കെ ആൾക്കാർ പരിശോധനയ്ക്ക് വരുമ്പോൾ രോഗികളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ പോകുന്നത്. അതായിരുന്നു ആ കൾച്ചറൊക്കെ മാറി ഇപ്പം രംഗസ്വാമി വന്നു കഴിഞ്ഞാൽ. പിന്നെ അതിലൊക്കെ ഒരു കർശനമായ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു.